ഈ വീഡിയോയിൽ അണ്ടർ 2000 റുപ്പീസ് ബഡ്ജറ്റിലുള്ള 20,000 mAh പവർ ബാങ്ക്സ് റിവ്യൂ ചെയ്യാൻ പോവാണ്. മാർക്കറ്റിൽ കുറെ പവർ ബാങ്ക്സ് ഉണ്ട്. ഇനി ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ പേര് പോലും അറിയാത്ത കുറെ ബ്രാൻഡ്സ് ഉണ്ട്. സോ ഇതെല്ലാം എടുത്ത് റിസർച്ച് ചെയ്ത് ടോപ്പ് റേറ്റിംഗ്സ് ആൻഡ് ബെസ്റ്റ് റിവ്യൂസ് ഉള്ള ഈ പോപ്പുലർ 6 പവർ ബാങ്ക്സ് സെലക്ട് ചെയ്തു. ജനറൽ ആയിട്ട് ബ്രാൻഡ്സ് മെൻഷൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് മാത്രമല്ലാതെ റിയൽ ടൈമിൽ ഏത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, ഇതിന്റെ ഒറിജിനൽ കപ്പാസിറ്റി എത്ര ഉണ്ട്, ഫോൺസിനെ എത്ര ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്, പവർ ബാങ്ക്സ് എത്ര ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുമ്പോൾ ഹീറ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഓണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവാണ്. ഇവിടെ ഞങ്ങൾ ബോക്സിന്റെ മേലുള്ള സ്പെസിഫിക്കേഷൻസ് ഓർ ബ്രാൻഡ്സ് പറയുന്ന ക്ലെയിംസ് മാത്രമല്ലാതെ ഞങ്ങൾ പവർ ബാങ്ക്സ് പേഴ്സണൽ ആയിട്ട് പർച്ചേസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അതിന്റെ ഫൈനൽ റിസൾട്ട്സ് നിങ്ങളോട് പറയുക. അങ്ങനെ തന്നെ ഇതാരും സ്പോൺസർ ചെയ്തതല്ല, ഞങ്ങൾ പേഴ്സണൽ ആയിട്ട് പർച്ചേസ് ചെയ്ത് ഞങ്ങളുടെ ഹോണസ്റ്റ് റിവ്യൂവിന് ഷെയർ ചെയ്യുക. ഈ പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക്സ് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസിൽ ഒരു ഡിഫറൻസ് കാണത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ കുറച്ച് സപ്പോർട്ട് കിട്ടും. ഇനി ലേറ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇന്ന് ടെസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡ്സ് എന്താന്ന് വെച്ചാൽ ബോട്ട്, ആംബ്രേൻ, അർബൻ, ഷിയോമി, പീട്രോൺ ആൻഡ് അഗാരോ. ഫസ്റ്റ് ഇതിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ബോട്ട് ആൻഡ് ആംബ്രേൻ രണ്ടും നല്ല കോമ്പാക്ട് സൈസ് ആൻഡ് മിനിമൽ ഡിസൈൻ കൊണ്ടാണ് വരുന്നത്. ആംബ്രേനിൽ 2 കളർ കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് നല്ല പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഇനി ഇത് കോമ്പാക്ട് ആയതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ചെയ്യാനും ഈസിയാണ്. അർബൻ ആൻഡ് ഷിയോമി കണ്ട സ്മൂത്ത് ഫിനിഷിംഗ് ആൻഡ് കർവ്ഡ് എഡ്ജസ് കൊണ്ട് വരുന്നത് കാരണം ഹോൾഡ് ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുണ്ട് ആൻഡ് ഗ്രിപ്പും സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി ക്വാളിറ്റി വൈസ് കണ്ട ഇത് രണ്ടും സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി പീട്രോൺ ആൻഡ് അഗാരോ ആണെങ്കിൽ രണ്ടും സിമിലർ ഡിസൈൻ കൊണ്ടാണ് വരുന്നത്, പക്ഷെ കാണാൻ കുറച്ച് ബൾക്കി ഫീലിംഗ് തരുന്നുണ്ട്. നെക്സ്റ്റ് ബിൽഡ് ക്വാളിറ്റി വൈസ് കണ്ടാൽ പീട്രോൺ ബോഡി ക്വാളിറ്റി വൈസ് കുറച്ച് ആവറേജ് ആയിട്ടുണ്ട് ആൻഡ് ചെറുതായിട്ട് റെഗുലർ പ്ലാസ്റ്റിക് ഫീലിംഗ് തരുന്നുണ്ട്. പക്ഷെ അഗാരോ അങ്ങനെയില്ല. ഇപ്പൊ വരെ ഞങ്ങൾ ബിൽഡ് ക്വാളിറ്റി കണ്ടു, പക്ഷെ പെർഫോമൻസ് വൈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ റിയൽ യൂസബിൾ കപ്പാസിറ്റി. എന്നാൽ ഈ പവർ ബാങ്ക്സ് എല്ലാം 20,000 mAh എന്ന് ബോക്സിന്റെ മേളിൽ കാണിക്കും, പക്ഷെ ആക്ച്വൽ ആയിട്ട് അത്ര പവർ കാണിക്കത്തില്ല. സോ ഒറിജിനൽ ബാറ്ററി കപ്പാസിറ്റി കാണണമെങ്കിൽ മാനുവലി അല്ലെങ്കിൽ ബോക്സിന്റെ പുറകിൽ കാണാം. ആംബ്രേൻ പവർ ബാങ്ക് 14,200 mAh ആണ്. എല്ലാത്തിനേക്കാൾ ഇത് ഹയസ്റ്റ് യൂസബിൾ കപ്പാസിറ്റി കാണിക്കുക. ബോട്ട് ആൻഡ് അഗാരോവും ഡീസെന്റ് ആയിട്ട് 13,000 തൊട്ട് 13,500 mAh റേഞ്ചിൽ വരുന്നുണ്ട്. ഷവോമി ആൻഡ് പീട്രോൺ ആണെങ്കിൽ അറൌണ്ട് 12,500 mAh കൊണ്ടാണ് വരുന്നത്. പക്ഷെ അർബൻ 11,000 തൊട്ട് 12,000 mAh റേഞ്ചേ ഉള്ളൂ. ഇപ്പോൾ ഇതിന്റെ ഹൈറ്റ്സിന് ചെക്ക് ചെയ്താൽ പീട്രോൺ 14.2 സെന്റിമീറ്റേഴ്സ് ആൻഡ് അഗാരോ 15 സെന്റിമീറ്റേഴ്സ് ഹൈറ്റ് കാണിക്കുക. അങ്ങനെ തന്നെ ഷവോമി 12.8 സെന്റിമീറ്റേഴ്സ് ആൻഡ് അർബൻ 11 സെന്റിമീറ്റേഴ്സ് ഉണ്ട്. ബട്ട് ബോട്ട് 9.2 സെന്റിമീറ്റേഴ്സ് ആൻഡ് ആംബ്രേൻ 9.1 സെന്റിമീറ്റേഴ്സ് കോമ്പാക്ട് ഹൈറ്റിലുണ്ട്. ആൻഡ് വിഡ്ത്ത് ആണെങ്കിൽ എല്ലാം 2.8 to 3.3 സെന്റിമീറ്റേഴ്സ് റേഞ്ചിലുണ്ട്. ഇപ്പോൾ ഇതിന്റെ വെയിറ്റ് ചെക്ക് ചെയ്താൽ അഗാരോ ആൻഡ് പീട്രോൺ ഈ രണ്ടും 411 to 415 ഗ്രാംസ് വെയിറ്റ് ഉണ്ട്. അർബൻ, ബോട്ട്, ആംബ്രേൻ ആൻഡ് ഷിയോമി ആണെങ്കിൽ അറൌണ്ട് 300 to 340 ഗ്രാംസ് വെയിറ്റ് ഉണ്ട്. ബോട്ട്, ആംബ്രേൻ ആൻഡ് അർബൻ ഈ മൂന്നും പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, സോ ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. പക്ഷെ ബാക്കി മൂന്നും കുറച്ച് ബൾക്കിയാണ്, സോ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ക്യാരി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കിയാൽ ഈ 20,000 mAh പവർ ബാങ്ക്സ് എല്ലാം എയർലൈൻ റെഗുലേഷൻസിനനുസരിച്ച് ട്രാവൽ വൈസ് അലൗ ചെയ്യും. സോ നിങ്ങൾ എയ്റോപ്ലെയിൻസിൽ ട്രാവൽ ചെയ്താലും ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. ഇവിടെ കണ്ട ബോട്ട്, ആംബ്രേൻ, അർബൻ ആൻഡ് ഷിയോമിന് 4 ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. മീനിങ് 25%, 50%, 75% ആൻഡ് 100% ബാറ്ററി ഉണ്ടെന്ന് അപ്രോക്സിമേറ്റ് ആയിട്ട് അറിയാൻ പറ്റും. പക്ഷെ പീട്രോൺ ആൻഡ് അഗാരോയിലാണെങ്കിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, സോ എക്സാക്ട്ലി എത്ര ബാറ്ററി പെർസെന്റേജ് ഉണ്ടെന്ന് കാണിക്കും. ഇനി ഇതിൽ കൊടുത്ത വയർസ് കണ്ട ബോട്ട് ആൻഡ് അർബന് USB-A to USB-C കേബിൾ കൊടുത്തിട്ടുണ്ട്. ആംബ്രേന് C to C കേബിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് പവർ ബാങ്കിൽ തന്നെ ഇരിക്കും, സോ ഒരു ടാഗ് ആയിട്ടും ക്യാരി ചെയ്യാം. ഷവോമിയിലാണെങ്കിൽ ഇൻബിൽറ്റ് വയർ കൊടുത്തിട്ടുണ്ട്, ഇത് ഒരു ടാഗ് പോലെ യൂസ് ആവും. ഇനി പീട്രോണിലാണെങ്കിൽ ടോട്ടൽ 3 വയർസ് കൊണ്ടാണ് വരുന്നത്. ഒരു C ടൈപ്പ് കേബിൾ, ഒരു ലൈറ്റ്നിങ് കേബിൾ ആൻഡ് എക്സ്ട്രാ USB-A to USB-C കേബിൾ കൊടുത്തിട്ടുണ്ട്. അഗാരോയിലും USB-A to USB-C കേബിൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി വൈസ് കണ്ടാൽ ഷിയോമി ആൻഡ് ആംബ്രേൻ ഈ രണ്ടിലും വയർ ക്വാളിറ്റി നല്ല പ്രീമിയം ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം ആവറേജ് ആയിട്ട് തന്നെ ഉണ്ട്. ഇനി പോർട്സിനെ കുറിച്ച് പറയണമെങ്കിൽ ബോട്ടിൽ 2 USB-A പോർട്സ് ആൻഡ് ഒരു USB-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആംബ്രേനിലാണെങ്കിൽ ഒരു USB-A ആൻഡ് ഒരു USB-C പോർട്ട് ഉണ്ട്. അർബനിൽ 2 USB-C പോർട്ട് ആൻഡ് ഒരു USB-A പോർട്ട് ഉണ്ട്. ഇതിൽ 2 USB-C പോർട്ട്സ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ആവും. നെക്സ്റ്റ് ഷിയോമി ആൻഡ് പീട്രോൺ ഒരു USB-A പോർട്ട് ആൻഡ് USB-C പോർട്ട് കൊണ്ടാണ് വരുന്നത്. പക്ഷെ അഗാരോയിലാണെങ്കിൽ 2 USB-A പോർട്ട്, ഒരു USB-C പോർട്ട് ആൻഡ് എക്സ്ട്രാ മൈക്രോ പോർട്ടും ഉണ്ട്.
ഈ USB-C പോർട്സ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് രണ്ടും സപ്പോർട്ട് ചെയ്യും. സോ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ ആൻഡ് ഞങ്ങളുടെ ഡിവൈസസ് ചാർജ് ചെയ്യാൻ ഇങ്ങനെ 2 വേസിൽ യൂസ് ചെയ്യാം. ഈ 6 പവർ ബാങ്ക്സിൽ ഓൺലി ആംബ്രെയിൻ 35 വാട്ട് സപ്പോർട്ടും കൊണ്ടാണ് വരുന്നത്. സോ റിമൈനിങ് പവർ ബാങ്ക്സ് ആയിട്ട് കമ്പയർ ചെയ്താൽ ഇത് ഞങ്ങളുടെ ഫോണിനെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യും. വേറെ എല്ലാ ബ്രാൻഡ്സ് 22.5 വാട്ട് സപ്പോർട്ടും കൊണ്ടാണ് വരുന്നത്. ഇതും ഡീസെന്റ് സ്പീഡ് തന്നെയാണ്. പക്ഷെ 35 വാട്ട്സ് ആയിട്ട് കമ്പയർ ചെയ്താൽ ഇത് ചാർജ് ആവാൻ കൂടുതൽ ടൈം എടുക്കും. ഇപ്പൊ വരെ ഇതിന്റെ ഫീച്ചേഴ്സ് കണ്ടല്ലേ. ഇപ്പൊ ഇതിന്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിന് റിയൽ ടൈം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടി iPhone 16 Pro മൊബൈൽസ് എടുത്ത് 0 തൊട്ട് 50% ബാറ്ററി ചാർജ് ആവാൻ എത്ര ടൈം എടുക്കുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ടെസ്റ്റ് ചെയ്യാൻ ഫോൺസ് എല്ലാത്തിനെ 0% വരെ ഡ്രെയിൻ ചെയ്ത് പവർ ബാങ്ക്സിൽ കണക്ട് ചെയ്ത് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുക. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത ആംബ്രെയിൻ 10%, ഷോമി 9%, അങ്ങനെ തന്നെ അർബൻ 4%, ബാക്കി എല്ലാം കൂടി 3% വരെ ചാർജ് ചെയ്തു. ഇപ്പൊ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഷോമി സഡൻ ആയിട്ട് 28% ജമ്പ് ആയി. ആംബ്രെയിൻ കൺസിസ്റ്റന്റ് ആയിട്ട് 21% റീച്ച് ആയി. മിഡ് റേഞ്ചിൽ അഗാരോ 12% and Petron 11% ചാർജ് ആയി. ആൻഡ് ലാസ്റ്റ് അർബൻ 8% and ബോട്ട് 7% ചാർജ് ആയി. ഇപ്പോൾ ടെസ്റ്റിന് 50% റീച്ച് ആവുന്നവരെ ഇന്ററപ്ഷൻ ഇല്ലാതെ കണ്ടിന്യൂ ചെയ്ത് ഫൈനൽ ആയിട്ട് പവർ ബാങ്ക് എത്ര ടൈമിൽ ചാർജ് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പൊ 50% റീച്ച് ആയി കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട്സ് കണ്ട ഷോമി എല്ലാത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് 31 മിനിറ്റ്സിൽ 50% ചാർജ് ആയി. നെക്സ്റ്റ് ആംബ്രെയിൻ സിമിലർ ആയിട്ട് 34 മിനിറ്റ്സിൽ ചാർജ് ചെയ്തു. ബാക്കി എല്ലാ പവർ ബാങ്ക്സ് അബവ് 1 hour ടൈം എടുത്തു. സോ ഫാസ്റ്റ് ചാർജിംഗിൽ ഷോമി ആൻഡ് ആംബ്രെയിൻ രണ്ടും ക്ലിയർലി നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിമിലർ ആയിട്ട് ആൻഡ്രോയിഡ് ഫോൺസ് വെച്ചും ടെസ്റ്റ് ചെയ്തു. അതിലും സിമിലർ റിസൾട്ട്സ് വന്നു. സോ ഐഫോൺ യൂസ് ചെയ്താലും ഓർ ആൻഡ്രോയിഡ് യൂസ് ചെയ്താലും ഫാസ്റ്റ് ചാർജിംഗിൽ ഷോമി ആൻഡ് ആംബ്രെയിൻ ടോപ്പിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 0 തൊട്ട് 100% വരെ ഫാസ്റ്റ് ആയിട്ട് പവർ ബാങ്ക്സ് ഫുൾ ആയിട്ട് ചാർജ് ആവുമെന്ന് ചെക്ക് ചെയ്യാം. പീട്രോൺ ആൻഡ് അഗാരോയിൽ ഡിസ്പ്ലേന്റെ മേളിൽ ചാർജിംഗ് പെർസെന്റേജ് കാണിക്കുക. പക്ഷെ റിമൈനിങ് പവർ ബാങ്ക്സിൽ ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. ഇവിടെയുള്ള 4 ലൈറ്റ്സിൽ ഈച്ച് ലൈറ്റ് 25% ഇൻഡിക്കേഷൻ കാണിക്കും. സോ അത് നോക്കി 25%, 50%, 75%, 100% റീച്ച് ആവാൻ എത്ര ടൈം എടുക്കുമെന്ന് നോക്കാം. ഇപ്പോൾ ഈ പവർ ബാങ്ക്സ് എല്ലാത്തിനെ 33 വാട്ട്സ് അഡാപ്റ്ററിനെ കണക്ട് ചെയ്ത് ടെസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ അഗാരോ പവർ ബാങ്ക് എല്ലാത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് 1 hour 6 മിനിറ്റ്സിൽ ചാർജ് ചെയ്തു. ഈവൻ ബോട്ടും 1 hour 13 മിനിറ്റ്സിൽ സിമിലർ ടൈം എടുത്തു. റിമൈനിങ് എല്ലാ പവർ ബാങ്ക്സ് അറൌണ്ട് 1 hour 25 മിനിറ്റ്സിൽ ചാർജ് ചെയ്തു. നെക്സ്റ്റ് 50% ചാർജ് ആവാൻ എത്ര ടൈം എടുക്കുമെന്ന് നോക്കാം. ഇവിടെ കണ്ട അഗാരോ ആൻഡ് ബോട്ട് എല്ലാത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് 2 hours 17 മിനിറ്റ്സിൽ ചാർജ് ആയി. ആംബ്രെയിൻ ആൻഡ് പീട്രോൺ 2 hours 50 മിനിറ്റ്സിൽ 50% ചാർജ് ആയി. പക്ഷെ ഷോമി ആൻഡ് അർബൻ ആണെങ്കിൽ അബവ് 3 hours ടൈം എടുത്തു. ഇപ്പൊ 75% വരെ എത്ര ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുമെന്ന് നോക്കാം. ബോട്ട് എല്ലാത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് 3 hours 24 മിനിറ്റ്സിൽ ചാർജ് ആയി.
അങ്ങനെ തന്നെ എഗാരോ 3 hours 30 minutesൽ, അർബൻ 3 hours 41 minutes ആൻഡ് ആംബ്രൻ 4 hours ടൈം എടുത്തു. പക്ഷെ ഷോമി ആൻഡ് പീട്രോൺ എല്ലാത്തിനേക്കാൾ കൂടുതൽ ടൈം എടുത്തു. ഇനി ഫൈനൽ ആയിട്ട് 100% ചാർജ് ആവാൻ എത്ര ടൈം എടുക്കുവാന്ന് നോക്കാം. ഇവിടെ കണ്ട ആംബ്രൻ എല്ലാത്തിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് 5 hours 100% ചാർജ് ആയി. നെക്സ്റ്റ് അഗാരോ സിമിലർ ആയിട്ട് 5 hours 2 minutesൽ ചാർജ് ആയി. ഇനി ബോട്ട് ആൻഡ് അർബൻ രണ്ടും 5 hours 30 minutesൽ 100% ചാർജ് ആയി. പക്ഷെ ഷോമി ആൻഡ് പീട്രോൺ ആണെങ്കിൽ 100% ചാർജ് ആവാൻ അബൌട്ട് 6 hours ടൈം എടുത്തു. ഇനി ഫോണിനെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്ത ഷോമി പവർ ബാങ്ക് 100% ചാർജ് ആവാൻ കൂടുതൽ ടൈം എടുത്തു. നെക്സ്റ്റ് ഹീറ്റിംഗ് പെർഫോമൻസ് ടെസ്റ്റ്. പവർ ബാങ്ക്സ് ചാർജ് ആവുമ്പോൾ അത് ഹീറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് 1 hour and 2 hours ടെസ്റ്റ് ചെയ്ത് നോക്കി. ആംബ്രൻ ആൻഡ് ഷോമി ആണെങ്കിൽ അറൌണ്ട് 35 degrees കാണിക്കുക. ഇനി ബോട്ട് ആൻഡ് അർബൻ 38 to 39 degrees കാണിച്ച അഗാരോ ആൻഡ് പീട്രോൺ ഹൈ ഹീറ്റിംഗ് ലെവൽസ് കാണിക്കുക. സോ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ കൂടെ സേഫ്റ്റി ആൻഡ് സ്റ്റെബിലിറ്റി കണ്ട ആംബ്രൻ ആൻഡ് ഷോമി രണ്ടും നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ ടെസ്റ്റ് എല്ലാം ഒബ്സർവ് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ആംബ്രൻ. ഇത് എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. അത് മാത്രമല്ലാതെ ഇത് ബിൽഡ് ക്വാളിറ്റി വൈസും നന്നായിട്ടുണ്ട്. ഇവൻ കാണാൻ നല്ല കോമ്പാക്ട് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞങ്ങളുടെ സെക്കൻഡ് റെക്കമെൻഡേഷൻ ഷോമി. ഇതും ആംബ്രന്റെ കൂട്ട് എല്ലാ ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. ഈ പ്രൊഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക്സ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസിൽ ഒരു ഡിഫറൻസ് കാണത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇനി പ്രോഡക്ട്സ് വാങ്ങി ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് സപ്പോർട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പവർ ബാങ്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ തന്നെ വീഡിയോയുടെ ഫീഡ്ബാക്ക് ആൻഡ് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം. ഞങ്ങൾ എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കാൻ ട്രൈ ചെയ്യും. ഇങ്ങനത്തെ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.